അജറക്കിൻ്റെ ഇതുപോലത്തെ തുണ്ട് പീസ് ഒന്നും കളയാൻ മനസ്സ് വരില്ല കേട്ടോ. അപ്പൊ കുറെ കമന്റ് ഉണ്ട്, ചേച്ചി പണ്ട് ചെരുപ്പും വളയും മാലയൊക്കെ ഉണ്ടാക്കൂലേ, ഇപ്പൊ എന്താ ഉണ്ടാക്കാത്തേന്ന്. പണ്ടത്തെ പോലെ സമയമൊന്നും കിട്ടുന്നില്ലടാ, എന്നാലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മുടെ കൈക്ക് അളവായിട്ടുള്ളൊരു പൈപ്പ് എടുക്കണേ. എന്നിട്ട് നമ്മുടെ വളയുടെ അളവിന് മുറിച്ചെടുത്തതിന് ശേഷം അജറക്കിന്റെ തുണി വെച്ച് ഒന്ന് ചുറ്റി ഒട്ടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതിൽ ഡെക്കറേഷൻ ഒക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ കുറെ കല്ലുമുത്തൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ 2 കളറിലാണ് കേട്ടോ ചെയ്തത്, ഒരു റെഡിലും ചെയ്തു, നമ്മൾ അജറക്കിന്റെ തുണിയിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാലയുടെയും വളയുടെയും ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. മാല എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ തുണി കൊണ്ട് തന്നെ പൈപ്പിംഗ് ചെയ്തിട്ട് അത് ചുരുക്കി നല്ല ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് കുറെ മുത്തൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ എന്റെ ബ്രദറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 5 months ആയിട്ടുണ്ട്. എടാപ്പോടപ്പം എന്താണ്ട് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല. അപ്പൊ ഞാൻ അവരുടെ കല്യാണത്തിന് ഉപയോഗിച്ച പൂക്കളും ഹാരങ്ങളും വെച്ച് ചെയ്യിപ്പിച്ചതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അവരുടെ ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ആക്കണേ. കൂട്ടത്തിൽ നമ്മുടെ ഈ ടോപ്പ് സെയിൽ ആക്കുന്നുണ്ട്, 599 ആണ്. 3 കളറിൽ അവൈലബിൾ ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ആക്കിയാൽ മതി. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് ആയാലും